ആത്മകഥ. കാട്ടുമയിലുകളുടെ പുറത്ത് ഞാൻ വനഗർഭത്തിലേക്ക് സവാരി ചെയ്തു. വസന്തം വന്നുപോയ തലമുറകളുടെ സ്വപ്നങ്ങളാണ് എന്ന് ഞാൻ പഠിച്ചു. ജലകന്യകമാർ എന്നെ സമുദ്രങ്ങളുടെ ആത്മാവിലെത്തിച്ചു. പവിഴങ്ങൾ മരിച്ചുപോയ കുട്ടികളുടെ കണ്ണുകളാണ് എന്ന് ഞാൻ പഠിച്ചു. ഗരുഡന്മാർ എന്നെ ആകാശത്തിൻ്റെ ഹൃദയത്തിലേക്ക് വഹിച്ചു. മഴവില്ലുകൾ യുവവിധവകളുടെ കണ്ണീരാണെന്ന് ഞാൻ പഠിച്ചു. കടലിരണ്ടകളിൽ നിന്ന് ഞാൻ ഉന്നം ശീലിച്ചു. കാക്കകൾ പച്ചയും പഴുത്തതും തിരിച്ചറിയാൻ എന്നെ പഠിപ്പിച്ചു. വെളിച്ചം നോക്കി വളരാൻ മരങ്ങൾ എന്നെ ഉപദേശിച്ചു. ഇരുട്ടിലും എനിക്ക് കാഴ്ചയുണ്ട് പൂച്ചയെപ്പോലെ. മുളങ്കൂട്ടങ്ങൾ കരയുന്നത് മുട്ടകൾ പൊട്ടിപ്പോയ കിളികൾക്ക് വേണ്ടിയാണ് എന്നെനിക്കറിയാം. ചെമ്പരത്തി ചുവന്നിരിക്കുന്നത് ഭൂമിക്കടിയിലുള്ളവരുടെ കോപം കൊണ്ടാണ് എന്നും. ജീവനുള്ള ഈറ്റപ്പുല്ലുകളെ ഞാൻ പ്രണയഗാനം പാടി നൃത്തം ചെയ്യിച്ചിട്ടുണ്ട്. മരിച്ചുപോയ തെരുവുകളെ സ്വാതന്ത്ര്യഗാനം കൊണ്ട് ഉയിർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. കടലോരത്തെ വിജനതയിൽ നക്ഷത്രങ്ങൾക്കിടയിൽ നഷ്ടപ്പെടുക എനിക്കിഷ്ടമാണ്. ഉത്സവപ്പറമ്പിലെ പുരുഷാരത്തിൽ മനുഷ്യർക്കിടയിൽ ഒഴുക്കപ്പെടുക എനിക്കിഷ്ടമാണ്. ആദ്യത്തെ മഴയിൽ കുതിർന്ന പുതുമണ്ണ് കിളച്ച് മറിച്ച് വിത്തിടുക എനിക്കിഷ്ടമാണ്. കറുത്ത പൂക്കളുമായി ഉണങ്ങിയ മരങ്ങൾ പോലെ നിൽക്കുന്ന സംശയാലുക്കളോട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും, കരുണ കിട്ടാത്ത മനുഷ്യരുടെ കൂടെ. ദാഹിക്കുന്ന പുല്ലുകളുടെയും കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെയും കൂടെ. കൊമ്പുകളിൽ നിന്ന് ചോരയിട്ട് ചിരിക്കുന്ന കാളക്കൂറ്റന്മാരോട് കവികളും അരളിമരങ്ങളും പല കുറി ഇല പൊഴിക്കുന്നു, പല കുറി പുഷ്പിക്കുന്നു. മിന്നാമിനുങ്ങുകൾ അവർക്ക് ചുറ്റും കളിക്കുന്നു. കാറ്റുകൾ അവരെ തഴുകി നിൽക്കുന്നു. കുട്ടികൾ അവരുടെ തണലിൽ പൂപെറുക്കി മാല കോർക്കുന്നു. കല്ലെറിയുമ്പോഴും അവർ പൂക്കൾ താഴെ വീഴ്ത്തുന്നു. വസന്തത്തിൽ ഒരു ചിരിയോടെ, വേനലിൽ കണ്ണീരോടെ. ഇതാണ് 45 കൃത്യം 45 എന്ന് തന്നെ പറയാവുന്ന വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എഴുതിയ ആദ്യത്തെ ആത്മകഥ.